ലോകത്തെ ഏറ്റവും അധികം കാലം ക്വാറന്റൈൻ ചെയ്ത വ്യക്തിയെക്കുറിച്ചാണ്. നമുക്കറിയാം, കൊറോണ സമയത്തൊക്കെ ക്വാറന്റൈൻ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ എത്രയധികം ബുദ്ധിമുട്ടായിരുന്നു എന്ന്. നമുക്ക് നോക്കാം, ആരാണ് ലോകത്തെ ഏറ്റവും അധികം കാലം ഇത് ചെയ്തത്. ടൈഫോയിഡ് മേരി എന്നറിയപ്പെടുന്ന അമേരിക്കൻ സ്ത്രീയാണ് ഇത്തരത്തിൽ ലോകത്തെ ഏറ്റവും അധികം കാലം ക്വാറന്റൈനിൽ ഇരുന്നത്. അമേരിക്കയിലെ സമ്പന്നരുടെ വീടുകളിലെ പാചകക്കാരിയായിരുന്നു ടൈഫോയിഡ് മേരി. ജോലി ചെയ്തിരുന്ന വീടുകളിലെ 24 പേർക്ക് ടൈഫോയിഡ് പിടിപെട്ടതോട് കൂടിയിട്ടാണ് ടൈഫോയിഡ് മേരി ഇത്തരത്തിൽ ഒരു നോട്ടപ്പുള്ളിയാകുന്നത്. ഇങ്ങനെ 1907 മുതൽ 1910 വരെ 3 വർഷക്കാലം ആദ്യം ടൈഫോയിഡ് മേരിക്ക് ക്വാറന്റൈനിൽ പോകേണ്ടി വന്നു. ലക്ഷണങ്ങളില്ലാത്ത രോഗവാഹകയായിരുന്നു ടൈഫോയിഡ് മേരി. അവർക്ക് യാതൊരു രോഗമോ രോഗലക്ഷണമോ ഇല്ലായിരുന്നു. എന്നാൽ മറ്റുള്ളവർക്ക് ടൈഫോയിഡ് പകർന്നു നൽകുകയും ചെയ്യും. പിന്നീട് 1910 പുറത്തിറങ്ങിയ ശേഷം മറ്റു ജോലികളിൽ ഏർപ്പെട്ട ഇവർ 1915 വീണ്ടും ക്വാറന്റൈനിൽ പോകുന്നത്. ആ സമയത്ത് ആ പ്രദേശത്ത് നിരവധി ആളുകൾക്ക് ടൈഫോയിഡ് വരികയും ആശുപത്രിയിൽ പ്രവേശിക്കുകയും ചെയ്തതോടു കൂടിയിട്ടാണ് വീണ്ടും ടൈഫോയിഡ് മേരിക്ക് ക്വാറന്റൈനിൽ പോകേണ്ടതായി വന്നത്. 1915 ന്യൂയോർക്കിന് സമീപമുള്ള ന്യൂ ബ്രദർ ദ്വീപിലേക്ക് ടൈഫോയിഡ് മേരിയെ മാറ്റുകയും അവിടെയാണ് പിന്നീടുള്ള കാലം അവർ ക്വാറന്റൈനിൽ ഇരുന്നത്. 1915 തുടങ്ങിയ ഈ ക്വാറന്റൈൻ 1938 അവരുടെ മരണം വരെ തുടർന്നു.